ഹേ ഗായ്സ്, ശ്രീ ഹിയർ. കഴിഞ്ഞ S23 വീഡിയോയിൽ ഞാനൊരു കാര്യം പറയുന്നത്, ഗായ്സ് അൺപാക്ഡ് ഇവൻ്റ് വരുന്നുണ്ട്, പ്രൈസ് ഡ്രോപ്പിന് നല്ല ചാൻസ് ഉണ്ട്. ദേ പറഞ്ഞു ദാ വന്നു S23 FEയുടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം 36,000 രൂപയ്ക്ക് ഫോൺ അവൈലബിളാണ്. എൻ്റെ അടുത്ത് കുറേ പേര് അണ്ടർ 40K ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കിനി സിംപ്ലി ആൻഡ് ഈസിലി നിങ്ങൾക്ക് S23 FE റെക്കമെൻഡ് ചെയ്യാം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് താഴെ നമ്പറിൽ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട കൊടുത്തിട്ടുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലോവസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഫ്രഷ് സാധനം കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വൈ ഐ ലവ് ദിസ് ഫോൺ, നമുക്ക് ക്യാമറ എക്സ്പെർട്ട് ശ്രീൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ ഈ ഫോണിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, ഞാൻ ചാർട്ടിലും എല്ലാം ഫോട്ടോസൊക്കെ ഇട്ട് നോക്കി. ഞാൻ കഴിഞ്ഞ റിവ്യൂ ചെയ്ത S23 ആണ്. ആ S23 വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഏറെക്കുറെ 99.9% സെയിം ഫോട്ടോസ് പോലെ എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ 50 MP സെയിം ഷൂട്ടർ തന്നെ രണ്ടിനും, 12 MP അൾട്രാ വൈഡ് ഏറെക്കുറെ സെയിം തന്നെ. പക്ഷേ ചേഞ്ച് വരുന്നത് S23 FE ആയിട്ട് വരുന്നത്. ഇതിനകത്ത് 8 MP ആണ് ഇതിൻ്റെ ടെലിഫോട്ടോ. പക്ഷേ S23 ആയിട്ട് വരുമ്പോൾ 10 MP. അത് വെച്ച് ബാക്കിയെല്ലാം എനിക്ക് നോക്കിയപ്പം 1:1 ഡിറ്റോ ഇമേജസാണ് വരുന്നത്. S23യുടെ കറക്റ്റ് എമൗണ്ട് ഓഫ് സാച്ചുറേഷൻ, കറക്റ്റ് എമൗണ്ട് ഓഫ് കോൺട്രാസ്റ്റ്, അവരുടെ വൈബ്രൻസിയും അവരുടെ HDR പ്രോസസ്സിങ്ങും അവരുടെ എക്സ്പോഷർ കോമ്പൻസേറ്റിങ്ങും ആ വൈറ്റ് ബാലൻസിൻ്റെ എല്ലാ സെയിം പരിപാടി എനിക്കിതിനകത്ത് തോന്നിയിട്ടുണ്ട്. പക്ക 1:1. നൈറ്റ് ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും എനിക്ക് തോന്നിയത് ആ രണ്ട് ലെൻസിനകത്ത് ഇപ്പം മെയിൻ ഷൂട്ടറിനകത്തും അൾട്രാ വൈഡിനകത്തും എടുക്കുമ്പോൾ ഏറെക്കുറെ സെയിം ഫോട്ടോസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ എനിക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു കാര്യം. അത് തന്നെ നിങ്ങളുടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാംസങ്ങിൻ്റെ ഇമേജ് പ്രോസസ്സിങ്ങിനെ ഞാൻ ഇത്രയും പൊക്കി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു വൈഡർ എമൗണ്ട് ഓഫ് ഓഡിയൻസിനെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഇമേജ് പ്രോസസ്സിങ് ആയത്. പക്ഷേ ചൈനീസ് മാനുഫാക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചിലവർക്ക് ചെറുതായിട്ട് ഇച്ചിരി ബൂസ്റ്റ് അടിച്ച് കൂട്ടിയിരിക്കുമെന്ന് തോന്നും. പക്ഷെ ആ ഒരു ഫീല് സാംസങ്ങിൻ്റെ ഫോട്ടോസിന് കുറവാണ്. ഈവൻ ദോ അവരുടെ ഇച്ചിരി സാച്ചുറേറ്റഡ് പടമാണെങ്കിലും നമുക്ക് ഓവർ സാച്ചുറേറ്റഡ് ആയെന്നും തോന്നത്തില്ല. അവരുടെ സ്കിൻ ടോൺസിന് ചെറിയ മാംത്തുണ്ടെങ്കിലും അവരുടെ ബ്ലൂ ഒക്കെ ചെറിയ സൈനിഷ് ആണെങ്കിലും അതൊക്കെ നൈസായിട്ട് അവർ ചെയ്തേക്കുന്നത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഫോട്ടോസിനെ കുറിച്ച് പറയുമ്പം ഈ പ്രൈസ് റേഞ്ചിന് 36,000 നിങ്ങൾക്ക് ഇതിലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ഫോൺ എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. വീഡിയോ സെക്ഷനിലേക്ക് വരുവാണെങ്കിലോ എനിക്ക് അത് തന്നെ പറയുന്നത്, ദിസ് ഇസ് റിയലി കേപ്പബിൾ. സാംസങ്ങിൻ്റെ S23 8K at 30 FPS ആണെങ്കിൽ ഇതിനകത്ത് 8K at 24 FPS. കളേഴ്സും സ്റ്റെബിലൈസേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ മെയിൻ ഷൂട്ടറിലും അൾട്രാ വൈഡിലും എടുക്കുമ്പം എനിക്ക് S23യുടെ സിമിലർ ആയിട്ട് തോന്നിയത്. ദാറ്റ് ഇസ് ഓൾസോ ഞാൻ പറഞ്ഞു വരുന്നത് ഭയങ്കര കിട്ടില്ല ഒരു കാര്യമായിട്ടാണ്. ഇതിൻ്റെ ക്യാമറ സിസ്റ്റം ഈ ഒരു പ്രൈസ് റേഞ്ചിലല്ല കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതൊരു സുപ്പീരിയർ ക്യാമറ സിസ്റ്റം തന്നെയാണ്. ഇതിൻ്റെ ഒരു അപ്പർ ക്ലാസ്സുമായിട്ട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് എനിക്കിവിടെ പറയുള്ളൂ. സോ S23 FEൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ S23 ആയിട്ട് ബോറോ ചെയ്തേക്കുന്ന ക്യാമറ സിമിലാരിറ്റീസാണ്. സോ അത്രേ ഉള്ളൂ. ക്യാമറാസാണ് ഇതിനകത്ത് ഏറ്റവും കിടിലം ഇംപ്രസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നമുക്ക് ബാക്കിയുള്ള റിവ്യൂയിലേക്ക് കേൾക്കാം. ഇനി രണ്ടാമത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാനുള്ളത്, ഗൈസ്, നിങ്ങൾ S23 FE കൺസിഡർ ചെയ്യണമെങ്കിൽ മാക്സിമം സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് പോവുക. കാരണം ഇതിന് രണ്ട് വേരിയൻ്റ് ഉണ്ട്, ഒരു ഗ്ലോബൽ വേരിയൻറ്റും US വേരിയൻറ്റും. സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഉള്ള വേരിയൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ഗൈസ്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് എ ഡീൽ, ഒരു സ്റ്റീൽ തന്നെയാണ്. നിങ്ങളൊന്നും നോക്കണ്ട, കണ്ണടച്ച് ആ വേരിയൻറ്റ് പോയി എടുക്കാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം സ്നാപ്ഡ്രാഗൻ്റെ വേരിയൻറ്റും എക്സിനോസിൻ്റെ വേരിയൻറ്റിനും കമ്പയർ ചെയ്യുമ്പം എക്സിനോസിൻ്റെ നല്ല ഹീറ്റിംഗ് ഉണ്ട്. എക്സിനോസിൻ്റെ CPU ഇച്ചിരി സ്നാപ്ഡ്രാഗനെ കാട്ടി പവർഫുള്ളാണ്, പക്ഷേ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അതേപോലെ ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ എക്സിനോസിൻ്റെ ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സിനോസിൻ്റെ അവരുടെ ഇക്ലിപ്സ് എന്ന് പറഞ്ഞ GPU സിസ്റ്റം അത് ഭയങ്കര ശോകമാണ് കേട്ടോ. അതേസമയം സ്നാപ്ഡ്രാഗൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അഡ്രിനോയുടെ 730 GPU ഉണ്ട്. ഇറ്റ് ഈസ് റിയലി പവർഫുൾ. 36,000 രൂപ ആ അറൗണ്ടിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 1 അതിൻ്റെ എല്ലാ കിടിലം ഫീച്ചേഴ്സും കിട്ടുന്നൊരു ഫോണെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റത്തില്ല. നല്ല പ്രോസസ്സിംഗ് ആണ്, നല്ല കമ്പ്യൂട്ടിംഗ് ആണ്. നിങ്ങൾക്ക് ഡേ ടു ഡേ ടാസ്ക് ലൈക്ക് വെബ് സർഫിങ് കാര്യങ്ങളൊക്കെ ചുമ്മാ പുട്ടുപോലെ ഒഴുകി പോവുകയും ചെയ്യും. സ്നാപ്ഡ്രാഗൻ്റെ വേരിയൻറ്റിൽ ഒരുപാട് ഹീറ്റിങ്ങും ഇല്ലെന്ന് എനിക്ക് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഗെയിമിങ്ങിനെ കുറിച്ച് വരുമ്പോഴോ ഇപ്പോൾ ഇറങ്ങുന്ന സ്നാപ്ഡ്രാഗൺ 7 Gen 3 കമ്പയർ ചെയ്യുമ്പം ഏറെക്കുറെ ഇച്ചിരി കൂടെ ബെറ്റർ അല്ലേ ആ ഒരു ടൈപ്പ് ഓഫ് GPU തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സോ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ഒന്നും ചെയ്യുന്നില്ല ഈ പ്രൈസിന് ഇത് എടുക്കുന്നതിന്. എനിക്കതാ പറയാനുള്ളത്. ഈ സ്നാപ്ഡ്രാഗൺ 8 Gen 1 വേരിയൻറ്റും ഈ എക്സിനോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൻ്റെ ഒരു ബെറ്റർ ഡിവൈസ് ആയിട്ട് തന്നെ. പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റ് എനിക്ക് പറയാനുള്ള ഈ പ്രൈസിന് ഇതിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ സുഖമായിട്ട് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെബ് സർഫിങ്ങും കോളിങ്ങും ഡേ ടു ഡേ ടാസ്കും വേറെ ഒരു പ്രശ്നമില്ലാതെ പുഷ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണ്. പക്ഷേ നിങ്ങളൊരു എക്സ്ട്രീം ഗെയിമർ
കൺസ്യൂമറാണ്, ഒരു എക്സ്ട്രീം ഫുൾ പവർ ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി യൂസറൊക്കെയാണ് ഞാൻ പറയും ഈ ഫോൺ എത്ര എടുക്കേണ്ട. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുമ്പോഴും ഭയങ്കര കിടിലം ടൈറ്റിൽസ് ഗെയിംസൊക്കെ കളിക്കുമ്പോൾ ഫ്രെയിം ഡ്രോപ്പും ഹീറ്റിങ്ങും ഒക്കെ ഒരു ഇച്ചിരി അൺബെയറബിൾ ലെവലിലേക്ക് വരും. അതൊന്ന് കീപ്പ് ഇൻ മൈൻഡ്. പക്ഷേ ബാക്കിയുള്ളിടത്തോളം ഒരു കാഷ്വൽ യൂസറിനും ലൈറ്റായിട്ട് ഗെയിം കളിക്കണം, അല്ലാതെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് വേണം ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യണം, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം, അതൊക്കെ സുഖമായിട്ട് ഇവിടെ നടക്കും. നമുക്ക് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോഴും 4500 mAh ഇവിടെ കിട്ടുന്നത്. ആ പവർ പാക്കിന് എനിക്ക് എന്താ പറയാനുള്ളത്, വെരി ആഡിക്വേറ്റ് ബാറ്ററി ലൈഫ്. നിങ്ങൾക്ക് ഒരു 5.5 to 6.5 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം മാക്സിമം കിട്ടിയത്. 6.5 കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലോണം പവർ സേവിങ് ഒക്കെ ആയിട്ട് പുഷ് ചെയ്യണം. ബട്ട് ബാറ്ററി ലൈഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ജസ്റ്റ് എബോവ് ദ മാർക്ക് എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ ഭയങ്കര കിടിലെന്നോ ഭയങ്കര പ്രീമിയം ഈ സ്റ്റാൻഡേർഡ് 5000 mAh ബാറ്ററീസ് ഒന്നും കമ്പീറ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഈ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 ഇച്ചിരി ഒരു പവർ ഹംഗ്രി ചിപ്സെറ്റും കൂടാണ്. ബാറ്ററി ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡ് പോയിനെ കുറിച്ച് എനിക്ക് അത്രേ പറയുള്ളൂ. കീപ്പ് ഇൻ മൈൻഡ്, സാധാരണ നോർമൽ യൂസേഴ്സിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷേ എക്സ്ട്രീമായിട്ട് പുഷ് ചെയ്യുന്നവർ മേ ബി വേറൊരു ഫോണിനെ കൺസിഡർ ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. ഗൈസ്, ആദ്യമേ നമുക്ക് ഡിസൈനെ കുറിച്ച് പറയാം. ഡിസൈനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പം തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് 5 ദാറ്റ് ഈസ് റിയലി ഗുഡ്. നടുക്ക് അലുമിനിയം പ്രോപ്പർ റെയിൽസാണ്, പ്ലാസ്റ്റിക് റെയിൽസ് നിന്ന് അലുമിനിയം റെയിൽസാണ്. സോ കൺസ്ട്രക്ഷൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നല്ല സോളിഡ് ഹെവി ഡ്യൂട്ടി കൺസ്ട്രക്ഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ അവരുണ്ടാക്കിയിട്ടുള്ളത്. പിടിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു സോളിഡ്നെസ്സും പ്രീമിയംനെസ്സും ഒക്കെ ഷുവറായിട്ട് കയ്യിൽ ഫീൽ ചെയ്യും. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് IP68 വരുന്നുണ്ട്, 67 അല്ല 68. സോ ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിലും വാട്ടർ റെസിസ്റ്റൻസിലും ഒക്കെ നോക്കുമ്പോൾ നല്ലോണം ഇത് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഡിസൈനകത്ത് ഇച്ചിരി ഒരു ചൊറയുള്ളതെന്ന് പറയുമ്പം അതിൻ്റെ ഡിസ്പ്ലേയുടെ ബെസൽസ് ആണ്. എല്ലാവരും പറയുന്നത് ഭയങ്കര കട്ടി, ഭയങ്കര തിക്ക് ബെസൽസ് ആണെന്ന്. ബെസൽസ് അത്യാവശ്യം വലുതാണ് കമ്പയർഡ് ടു ടുഡേയ്സ് സ്റ്റാൻഡേർഡ്. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ്, ഇത് നിങ്ങൾ 1-2 ദിവസം യൂസ് ചെയ്യുമ്പോൾ അത് മറന്നു പോകുന്ന കാര്യം തന്നെ. ആൻഡ് ചങ്കി ബെസൽസ് ആണെന്ന് വെച്ചാൽ ഭയങ്കര വലുതൊന്നുമല്ല. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാൻ പറ്റും. നമ്മൾ ഈ അൾട്രാ സ്ലിം ഫോണൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും ഫ്രം ചൈനീസ് ഓഫറിങ്സ്. അത്രയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമുക്കത് അക്നോളജ് ചെയ്തേ പറ്റൂ, ബെസൽസ് ഇത്തിരി വലുതാണ്. പക്ഷേ അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കളേഴ്സും കാര്യങ്ങളും അവരുടെ ആ കളർ തീമൊക്കെ അടിപൊളിയായി. പേർപ്പിൾ കളറുണ്ട്, പിന്നെ ഈ ഒരു ബ്ലൂ കളർ പോലത്തെ ഗ്രീൻ കളർ പോലത്തെ പരിപാടിയൊക്കെ ഇച്ചിരി നൈസാണ്. ആൻഡ് വൺ തിങ് ടു കീപ്പ് ഇൻ മൈൻഡ്, കേസ് ഇടാതെ ഉപയോഗിക്കുവാണെങ്കിൽ ഫോൺ എക്സ്ട്രീംലി സ്ലിപ്പറിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തവണ വഴുകി പോകുന്ന പോലെ തോന്നി. ഈ ഒരു ഡിസൈൻ ഒരു S23 Plus ഒക്കെ ആയിട്ട് സിമിലറാണ്. ആ ഒരു ഡിസൈനും ആ ഒരു ഫോം ഫാക്ടറും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓവറോൾ ഡിസൈൻ കിടിലമാണ്. ആ ഡിസൈൻ എക്സ്പീരിയൻസിനെ എലിവേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ഗൈസ്, ഇൻ പേപ്പർ ഇത് ബാക്കിയുള്ള ചൈനീസ് ഓഫറിങ്സിൻ്റെ അത്രയും കിടിലൊന്നും തോന്നുന്നില്ല. പക്ഷേ സാംസങ്ങിൻ്റെ അവരുടെ ഡിസ്പ്ലേ പാനൽ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ കേട്ടത് വെച്ചും സോഴ്സസ് കറക്റ്റാന്ന് വെച്ചും S23 ഡിസ്പ്ലേയിനകത്ത് കാട്ടിയും സെയിം പാനൽ തന്നെ, പക്ഷേ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഇച്ചിരി കുറവാണെന്നാണ് എനിക്ക് കിട്ടിയത്. മേ ബി സെയിം പാനലല്ലായിരിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇറ്റ് ഈസ് ഷെഫ്സ് കിസ് ഡിസ്പ്ലേ. അവരുടെ കളർ റീപ്രൊഡക്ഷനും കളർ ആക്യുറസിയും, നിങ്ങൾ ഓരോ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴും വീഡിയോ ഒക്കെ കളർ ചെയ്യുമ്പോഴും ഒക്കെ ഫോട്ടോ ഒക്കെ ലൈറ്റ് റൂം ഇട്ട് കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഡിസ്പ്ലേ എന്ത് കിടിലമാണെന്ന്. ഓരോ ചെറിയ മൈന്യൂട്ട് വേരിയേഷൻസ് വരെ അറിയാം. അതിൻ്റെ പോലെ തന്നെ 1450 നിറ്റ്സേ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വിടുള്ളൂ, 3000 നിറ്റ്സ് ഒന്നുമില്ല. പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് സാധാരണ വെട്ടത്ത് ഔട്ട്ഡോർസൊക്കെ പോകുമ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ യൂസബിൾ. HDR10+ സർട്ടിഫിക്കേഷൻ ഉണ്ട്, 409 PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഷാർപ്പ് ഡിസ്പ്ലേ. ഡിസ്പ്ലേനെ പറ്റി നിക് പിക്ക് ചെയ്യാൻ പോലും എനിക്ക് ഒരുപാട് കുറ്റമൊന്നുമില്ല. 120 Hz ആണ്. LTPO അല്ല, അത് ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമല്ലോ. ഓവറോൾ എനിക്ക് ഡിസ്പ്ലേ എക്സ്പീരിയൻസിൽ പറയാനുള്ളത് വെരി ഗുഡ് ഡിസ്പ്ലേ. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്ട്രീമായിട്ട് പുഷ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ പാനലിൻ്റെ അവിടെ ചെറിയ ചൂടടിക്കും. ഭയങ്കര വെറുപ്പിക്കുന്ന രീതിയിലുള്ള ചൂടല്ല, പക്ഷേ ചെറിയൊരു ചൂടടിക്കും. സോ ഇനി നമുക്കിതിൻ്റെ OSനെ കുറിച്ച് പറയാം. ഗൈസ്, One UI, ഞാനൊരു One UI ഫാൻ ബോയാണ്. One UI പ്രീമിയം ഫോൺസിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഒരു കിടില ഫീലാണ്. ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 4 years ഓഫ് OS അപ്ഡേറ്റും 5 year ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇവർ അഷ്യൂർ ചെയ്യുന്നുണ്ട്. ആൻഡ് One UI ഇപ്പം 6.1 കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് ബട്ടറി സ്മൂത്ത്. ബട്ടറി സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അനിമേഷൻസ് തൊട്ട് ചെറിയ ചെറിയ ട്വീക്കിങ്ങും കാര്യങ്ങളും വരെ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ പോലും. അതിന് ഏഡ് ചെയ്യുന്ന 120 Hz ഡിസ്പ്ലേയുടെ ആ ഒരു പ്രീമിയംനെസ്സും കൂടെ വരും. OSനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനുള്ള, വൺ ഓഫ് ദി ബെസ്റ്റ് OS ഇൻ ദ സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റിൽ നിങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഡിസ്പ്ലേ OS One UI ആണ്. അത് ഞാൻ അഷ്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ചെറിയ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യും. അതൊക്കെയാണ് എന്നെ ഇത് ഇച്ചിരി കൂടെ ആകർഷിക്കാൻ കാരണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ്, ഈ പ്രൈസ് റേഞ്ചിൽ ഇതിന് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഫോൺ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ടൈംസ് അത് ലൈഫ് സേവിങ് ആവും. ഞാൻ 2 ഫോൺ ടെസ്റ്റ് ചെയ്യുന്ന ഫോണും എൻ്റെ ഐഫോണും എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളാണ്.
അതുകൊണ്ട് എൻ്റെ ഐഫോൺ ചാർജ് ചെയ്തപ്പോൾ ശരിക്കും ഞാനൊരു ഗിമിക്കാണെന്ന് വിചാരിച്ചു, പക്ഷേ അല്ല, അതൊരു ലൈഫ് സേവിങ് സാധനം തന്നെ. 2 ഡെക്സ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്കറിയാം. ഒരു കിഡിലം ആപ്ലിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് മെഷീൻ തന്നെ നിങ്ങളുടെ ഫോണിൽ കൊണ്ടു നടക്കാൻ പറ്റും. അടുത്തെന്ന് പറയുമ്പോൾ ഇതിനകത്ത് വിർച്വൽ പ്രോക്സിമിറ്റി സെൻസിങ് കൊണ്ടുവരുന്നുണ്ട്, അതിൻ്റെതായ ഗുണങ്ങളും കാണാം. പിന്നെ 8K to 24 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, IP68 ഉണ്ട്. സോ ഇങ്ങനത്തെ പാക്കേജസ് ഒക്കെ നോക്കുമ്പോൾ വെൽ ബിൽട്ട് ആയിട്ടുള്ള ഫോൺ, എക്സലൻറ്റ് ക്യാമറ ഫോർ ദ പ്രൈസ്, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും ബാറ്ററി ലൈഫും ഡിസ്പ്ലേ എക്സ്പീരിയൻസും എല്ലാം ഉണ്ട് നിങ്ങൾ റൈറ്റ് വേരിയൻറ്റിന് പോകണമെങ്കിൽ. സോ വൈ ഡോണ്ട് ഐ റെക്കമെൻഡ് ഗൈസ്? സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് S23 FE ഈ പ്രൈസിന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ട് ചെയ്യും. കാരണം ഇത് സാംസങ്ങിൻ്റെ ചെറിയ പ്രീമിയം സാധനങ്ങളിൽ ആ പ്രീമിയം എക്സ്പീരിയൻസ് ഒക്കെ ടച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ S21 FE വന്നിടത്തോളം ഒരു തരംഗം ഇതുവരെ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. S22 FE അത്ര കിടിലും അല്ലായിരുന്നു. S23 FE അതിലും ഭേദമാണ്. ഇതൊരു അത്യാവശ്യം നല്ലൊരു FE സീരീസിലുള്ളൊരു ഫോൺ തന്നെ ഇത്. സോ കാൺട്ട് ആസ്ക് മോർ. ഇതിൽ കൂടുതൽ എനിക്ക് ഈ പൈസയ്ക്ക് ഒരുപാട് സാംസങ്ങിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. എനിക്ക് അടുത്ത കിടിലം വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു.